കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വസ്ത നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാർക്കും വിശുദ്ധന്മാർക്കും വന്ദനം. നമ്മൾ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കഴിഞ്ഞ ദീർഘനാളുകളായി തിരുവചനത്തിൽ രാജകീയ പുരോഹിതവർഗം എന്ന തലക്കെട്ടിൽ അഥവാ സംജ്ഞയിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യം, പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യം, ഇവ തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ ഒരു ഗോത്രത്തിന് മാത്രം, പുതിയ നിയമത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ശുശ്രൂഷയിൽ വിശ്വസിച്ച് അവൻ്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ട ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്നുള്ള സകല ജനത്തിനും രാജകീയ പൗരോഹിത്യവർഗം ആകുവാൻ ദൈവം അവകാശം കൊടുത്തു. അതെത്ര വലിയ ശ്രേഷ്ഠകരമായ ഭാഗ്യമാണ്. അവർക്ക് ദൈവം കൊടുത്ത ആ കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും കാണുന്നു. 10 കൽപ്പനകൾ വീതം. ആ 10 കൽപ്പനകളുടെ വികസിത രൂപങ്ങളാണ് മറ്റ് പുസ്തകങ്ങളിൽ എല്ലാം കാണുന്നത്. ലേവ്യ പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 4 വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെ 10 കൽപ്പനകളുടെ വികസിത രൂപങ്ങൾ. ആ 10 കൽപ്പനകളെയും സംക്ഷിപ്തീകരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു സാർവത്രിക സഭയാകുന്ന രാജകീയ പുരോഹിത വർഗത്തിന് ഒരു കൽപ്പന കൊടുത്തു. ആ കൽപ്പനയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നാം കാണുകയും ഇപ്പോൾ വിചിന്തനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുമായ വിഷയം. ആ ദൈവസ്നേഹത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ പൗലോസും പത്രോസും അതിലും വിശേഷാൽ തൻ്റെ നെഞ്ചോട് ചാരി സ്നേഹം നുകർന്നെടുത്ത യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ലക്കത്തിൽ നാം വായിച്ചതും പഠിച്ചതും അതാണ്. 27 കൂട്ടം കാര്യങ്ങൾ ആ സ്നേഹത്തെ വിപുലീകരിച്ച് വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. അല്പം കൂടി അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ 27-ാമത്തെ കാര്യം ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നതു തന്നെ സ്നേഹം. യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാമത്തെ വാക്യം. സ്നേഹം എന്ന പദത്തിന്, വിശുദ്ധ ദൈവവചനത്തിൽ സ്നേഹം എന്ന പദത്തിന് പല പര്യായ പദങ്ങൾ ഉണ്ട്. ആ പര്യായ പദങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലെ സ്നേഹം, കാമം, പ്രേമം, വശ്യത എന്നീ വ്യത്യസ്ത വാക്കുകൾ പോലെയുള്ളതാണ്. അത് അറിയേണ്ടത് ദൈവസഭയെ സംബന്ധിച്ചും ശുശ്രൂഷകന്മാരായ ദൈവദാസീദാസന്മാരെക്കുറിച്ചും പ്രധാനപ്പെട്ട വിഷയമാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും ഒരുത്തൻ പോലും നശിച്ചു പോകാതെ ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം അവനെ നൽകി ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന പദം മാത്രമാണ് കാണുന്നത്. സ്നേഹിച്ചു. റോമർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്നൊക്കെ പദം കൊടുത്തിരിക്കുന്നത് ഒരേ സ്വരത്തിലാണെന്ന് തോന്നും. എന്നാൽ മൂലഭാഷയിൽ ഈ സ്നേഹങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സാർവത്രികമായ ദൈവസഭയിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിപ്പീൻ എഴുതിയിരിക്കുന്ന ആ വേദഭാഗത്ത് 5-ാം അധ്യായം 25-26 വേദഭാഗങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്ന സ്നേഹമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന പദം സ്ട്രോഗോസ് എന്നാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം. സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്ന പദം ഫിലദൽഫിയ എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുക
എന്ന് പറഞ്ഞിടത്തും കൊടുത്തിരിക്കുന്ന നമ്മളിൽ നിന്നുള്ള സ്നേഹത്തിന് ഫിലയോ എന്നാകുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നിടത്ത് കാണുന്ന പദം അഗാപ്പേ എന്ന പദമാണ്. ദൈവത്തിന് മാത്രമേ ആ സ്നേഹം സ്വന്തമായി ഉള്ളൂ. അതിന് ആഴമില്ല, ഉയരമില്ല, അതിന് വീതിയും നീളവുമില്ല. അത് അറിയുവാൻ ഉത്സാഹം കൊള്ളുവീൻ എന്ന് മാത്രമേ തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ സംക്ഷിപ്തമായൊരു ചെറിയ പഠനം. ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന സ്നേഹത്തിൽ പ്രഥമ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് കാണുന്നത്. ദൈവത്തിനുള്ള സ്നേഹത്തിന് യവനപദം അഗാപ്പേ എന്നാണ് എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 3:16. അടുത്ത പദം സഹോദര സ്നേഹമത്രേ. അതിന് ഫിലദൽഫിയ എന്ന് കാണുന്നു. ദൈവസഭയിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ ഫിലദൽഫിയ എന്നാണല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10, തെസലോനിക്കരുടെ 1-ാം ലേഖനം 4-ാമത്തെ 9, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ന്റെ 1 ഇവിടെയെല്ലാം മലയാള ഭാഷാന്തരത്തിൽ കാണുന്നത് സഹോദര പ്രീതി എന്നാകുന്നുവെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ കാണുന്ന സ്നേഹം ബ്രദർലി ലവ് എന്നാണ്. സഹോദരനെ സ്നേഹിക്കുന്നവനെ അഡൽഫോസ് എന്നും, സ്തോത്രം, സഹോദരിമാരുടെ ഇടയിൽ ഉള്ള സ്നേഹത്തിന് അഡൽഫിയ എന്നും ഒക്കെയാണ് പര്യായപദങ്ങൾ. മൂന്നാമത്തെ പര്യായപദം മനുഷ്യനോടുള്ള സ്നേഹമാണ്. മനുഷ്യ പ്രീതി എന്ന് തീത്തോസ് 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിന് കൊടുത്തിരിക്കുന്ന പദം ഫിലാൻത്രോപ്പിയ. ഫിലയോ സ്നേഹം, ആന്ത്രോപ്പോസ് മനുഷ്യൻ. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഫിലാൻത്രോപ്പിയ എന്ന ഗ്രീക്ക് പദം ഉണ്ടായതും മനുഷ്യപ്രീതി എന്ന് മലയാളത്തിൽ തീത്തോസിന് വിശുദ്ധ പൗലോസ് എഴുതിയതിനും കാരണം മൂന്നാമത്തെ സ്നേഹമാണ്. നാലാമത്തെ പര്യായ ശബ്ദം കേൾക്കുക, ലോകസ്നേഹം, ലവ് ഓഫ് ദിസ് വേൾഡ് എന്നത്രേ. അതിന് ഫിലിയാത്തു കോസ്മോസ്. കോസ്മോസ് എന്ന പദത്തിന് ലോകം എന്നും ഫിലിയ എന്ന പദത്തിന് സ്നേഹം എന്നുമാണ് അർത്ഥം. ലോകത്തോടുള്ള സ്നേഹം. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആ പദം രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാമത്തെ പദം ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യത്തിലാണത് കാണുന്നത്. ശത്രുസ്നേഹം. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പീൻ. ലവ് യുവർ എനിമി. കൊടുത്തിരിക്കുന്നത് അഗാപേറ്റെ ടോൺ എക്ത്രോസ്. ശത്രുവിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എക്ത്രോസ് എന്നാണ്. അഗാപേത്തെ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന സ്നേഹത്തിൻ്റെ ഒരംശം. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചില്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അങ്ങനെയാകുന്നുവെങ്കിൽ പാപം ദൈവത്തോട് ശത്രുത്വമാകും, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ശത്രുക്കളായി തീർന്നു പോയ നമ്മെ സ്നേഹിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമസൃഷ്ടങ്ങളാകുന്ന മനുഷ്യരെയും സ്നേഹിച്ചുകൂടാ? ഈ സ്നേഹത്തിൻ്റെ ആഴം വിവരിപ്പാൻ ആർക്ക് കഴിയും? സ്വയം സ്നേഹം മാത്രമല്ല, സഹോദര സ്നേഹം മാത്രമല്ല, മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് മാത്രമല്ല, സ്നേഹിതരെ സ്നേഹിക്കുക മാത്രമല്ല, ശത്രുക്കളെയും സ്നേഹിക്കുക. 6-ാമത്തെ പര്യായപദം അയൽക്കാരനെ സ്നേഹിക്കുക എന്നാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:43. ലവ് യുവർ നെയ്ബർ. ലവ് യുവർ നെയ്ബർ. അഗാപേത്തെ തോൺ പ്ലേസിയോൺ. പ്ലേസിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വസിക്കുന്നവൻ. അഗാപേറ്റെ എന്ന് പറഞ്ഞാൽ അവിടെയും കാണുന്ന ശബ്ദത്തിൻ്റെ മാധുര്യം, ദൈവസ്നേഹത്തിൻ്റെ ഒരു ഭാഗം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 7-ാമത്തെ പദം ശ്രദ്ധിക്കുക. ഭാര്യയെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. ലവ് യുവർ വൈഫ് ആസ് യുവർ ഓൺ ബോഡി. അഗാപേത്തെ താസ് ഗുണൈക്കോസ്. ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ഗുണൈക്കോസ് എന്നാണ്, ഗുണം ചെയ്യുന്നവളെന്നാണ് അർത്ഥം. സ്തോത്രം. എത്രയോ നന്മകൾ നമ്മുടെ ഭാര്യമാർ നമുക്ക് ചെയ്യുന്നു. അതുപോലുള്ള ഉപകാരങ്ങളും സഹായങ്ങളും ലോകത്തിൽ വേറെ ആരും ചെയ്യാറില്ല. അമ്മയുടെ സ്നേഹം വേറെ, അപ്പൻ്റെ സ്നേഹം വേറെ,
സഹോദരന്മാരുടെ സ്നേഹം വേറെ, അതിനെല്ലാം ഒരു അതിർത്തിയുണ്ട്. ഒരിക്കലും നിങ്ങളുടെ അമ്മ നിങ്ങളോട് മോനെ മരിക്കുന്നിടം വരെ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നോ അപ്പൻ ഒരിക്കലും മരണപര്യന്തം ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. ആ ശബ്ദം നിങ്ങൾ ഒരിക്കലും കേൾക്കുവാൻ കഴിയുകയുമില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിരിഞ്ഞു പോകുമെന്നുള്ളത് സത്യം. എന്നിരുന്നാലും നിങ്ങൾ വിവാഹിതരായപ്പോൾ സമുദായത്തിലാകട്ടെ സംഘടനകളിലാകട്ടെ ശുശ്രൂഷകന്മാർ തന്ന ഒരു പ്രതിജ്ഞാവാക്കുമുണ്ട്: മരണം നമ്മിൽ ഒരാളിനെ വേർപിരിക്കുന്നിടം വരെ. സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ള എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ മാത്രം സ്നേഹിച്ച്, നിങ്ങളോടുകൂടെ വസിച്ച്, നിങ്ങളോടുകൂടെ മാത്രം വസിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കാളിയായി തീർന്നുകൊള്ളാം എന്ന് ഇതിനാൽ നിങ്ങൾക്ക് വാക്ക് തരുന്നു. കേട്ട ജനങ്ങളെല്ലാം ഹർഷാരവം മുഴക്കി ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് ശുശ്രൂഷൻ പറഞ്ഞു: ഇന്നെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് സർവോന്നതനായ ദൈവവും ഈ കൂടിയിരിക്കുന്ന ജനങ്ങളും ശുശ്രൂഷ നടത്തിയിരിക്കുന്ന ഞാനും ദൂതസഞ്ചയവും ഈ പ്രപഞ്ചത്തിലെ വായുമണ്ഡലവും സാക്ഷി. എഫെസർക്ക് എഴുതിയ 5-ാം അധ്യായം 25-28 വാക്യങ്ങളിൽ അത് കാണുന്നത്. 8-ാമത്തെ ശബ്ദം കാമുകി കാമുകന്മാർക്കിടയിലുള്ള താൽക്കാലിക വികാര പ്രകടനത്തിൻ്റെ സ്നേഹം. അതിന് കൊടുത്തിരിക്കുന്ന പദം എറോസ് എന്ന് മാത്രമാണ്. ശരീരത്തിൽ നിന്ന് മാനസികമായി വിഭ്രാന്തിയിൽ നിന്നുളവാകുന്ന താൽക്കാലിക സ്നേഹം, നിമിഷങ്ങൾ മാത്രം. അത് കഴിഞ്ഞിട്ട് അവർ കണ്ടെന്നോ അല്ലെങ്കിൽ കേട്ടെന്നോ പോലും നടിക്കാതെ വേർപിരിഞ്ഞു പോകുന്നു. ഉത്തമഗീതത്തിൽ കാണുന്ന സ്നേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടുതലും അതുതന്നെയാണ്. ശലോമോൻ പ്രദർശിപ്പിച്ച സ്നേഹം, യെരുശലേം പുത്രിമാർ പ്രദർശിപ്പിച്ച സ്നേഹം, അവിടെ വന്നവരും പോകുന്നവരും ഒക്കെ പ്രദർശിപ്പിച്ച സ്നേഹം ഈ ലോകത്തിലെ എറോസ് എന്ന പദമാണ്. ഉത്തമഗീതം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. 9-ാമത്തെ പര്യായ പദം സഹോദര സ്നേഹം, കൂടപ്പിറപ്പുകൾ, അടൽപോസ്, ഒരേ ഉദരത്തിൽ നിന്ന് ഒരേ രക്തത്താൽ ജനിച്ചവർ. അതിന് കൊടുത്തിരിക്കുന്ന പദമാണ് ഫിലേയോ, PHILEO. അഡൽഫോസ് എന്ന പദവും അതിനുപയോഗിക്കുന്നുണ്ട്. ഒരേ ഉദരത്തിൽ നിന്നും, ഒരേ അമ്മയിൽ നിന്നും, ഒരേ അപ്പനിൽ നിന്നും ജനിച്ച വ്യക്തികൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. നമ്മൾ നേരത്തെ പഠിച്ച പദമാണ്. വീണ്ടും ഒരിക്കൽ പറയുന്നു: ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹത്തിന് സ്ട്രോഗോസ്. ഒന്നായി പാർത്തുകൊണ്ട്, ഒന്നായി ജീവിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് മരിക്കുന്നിടം വരെ അവരുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകരപ്പെടുന്ന സ്നേഹം, അതാണ് സ്ട്രോഗോസ്. എഫെസർക്ക് എഴുതിയ ലേഖനം 5:25. 11-ാമത്തെ പദം പണത്തോടുള്ള സ്നേഹമാണ്, ലവ് ഓഫ് മണി. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഫിലാർഗൂറിയ. ആർഗൂറിയ എന്ന് പറഞ്ഞാൽ വെള്ളിപ്പണം എന്നും, ശ്രദ്ധിച്ചു കേൾക്കണം, ഫീലക്സിനോസ് എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാര സമ്പന്നൻ എന്നും, ക്രൂസിയോൺ, ക്രിസോസ്റ്റം എന്നൊക്കെ പദത്തിന് സ്വർണ്ണനാവുള്ളവൻ, സ്വർണ്ണപ്പണമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6:10 നാം കാണുന്നത് പണത്തോടുള്ള സ്നേഹം. അപ്പോൾ സ്നേഹത്തിൻ്റെ പര്യായ പദങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെയല്ല. 11 പദങ്ങൾ നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം സംബന്ധിച്ചുള്ള ഒരേ ഒരു കൽപ്പനയിൽ, അതായത് നമ്മൾ വായിച്ചതും ചിന്തിച്ചതും, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന പദം എ ന്യൂ കമാൻഡ്മെൻറ്റ്. അത് പഴയ കൽപ്പനകളെ തൃണവൽഗണിക്കുന്നതോ വിസ്മരിക്കുന്നതോ ഉപേക്ഷിക്കുന്നതോ അല്ല. ആ കൽപ്പന തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പുതുതായി തന്നിരിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം കായിനേൻ എൻറ്റോലേൻ, KAINEN ENTOLEN. എൻറ്റോലേൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ജനങ്ങൾക്കും പ്രജകൾക്കും കൊടുക്കുന്ന കൽപ്പനകൾ. ഒരു പ്രജാധിപതി രാജ്യത്തിൽ, ജനാധിപത്യ രാജ്യത്തിൽ എഴുതിയുണ്ടാക്കി വച്ചിരിക്കുന്ന ജനങ്ങൾക്ക് അനുഗ്രഹമായും സഹായമായും തീരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് എൻറ്റോലേൻ എന്ന പദത്തിൻ്റെ അർത്ഥം. കായിനേൻ എന്ന് പറഞ്ഞാൽ പുതിയത്, പുതിയൊരു കൽപ്പന. ആർക്ക് കൊടുക്കുന്നു? പഴയ നിയമത്തിലെ കൽപ്പനകൾ യഹൂദ പാരമ്പര്യത്തിലുള്ള ന്യായശാസ്ത്രിമാരാലും പരീശന്മാരാലും ലേവിഗോത്രക്കാരായ പുരോഹിതന്മാരാലും ഭരിക്കപ്പെടുന്ന ജനങ്ങൾക്ക്. എന്നാൽ പുതിയ നിയമത്തിൽ ആദ്യമേ നാം ചിന്തിച്ചതുപോലെ ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ,
വംശങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ഇവിടെയും അവിടെയും എവിടെയും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് കൊടുത്ത പുതിയ കൽപ്പന കായിനേൻ എൻറ്റോലേൻ. അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ കൊടുത്തത്. മരുഭൂമിയിൽ ആയിരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തത് 10 കൽപ്പനകളിലും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, അതും അതിൻ്റെ അനുബന്ധ കൽപ്പനകളിലും അടങ്ങിയിരിക്കുന്ന നാനാവിധ കൽപ്പനകളും അതിശയമാവണ്ണം ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എത്രയോ വിസ്തൃതമായ വിഷയങ്ങളാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അത് എങ്ങനെയെന്ന് നോക്കുക. അവിടെ സ്നേഹിക്കുക എന്ന കൽപ്പനയ്ക്ക് കൊടുത്തിരിക്കുന്ന പദം അഗാപേറ്റ എന്ന പദമാണ്. അഗാപേറ്റ അതിർത്തിയില്ലാത്ത, ആഴമില്ലാത്ത, ആരാഞ്ഞ് ചിന്തിപ്പാൻ കഴിയാത്ത മഹാസ്നേഹം അഥവാ ദിവ്യവും നിത്യവുമായ വ്യവസ്ഥകൾ അഥവാ കണ്ടീഷൻ ഒന്നുമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം. നിങ്ങളവനെ സ്നേഹിച്ചതല്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ചതാണ്. നിങ്ങൾ അവനെ തേടിയതല്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ചതാണ്. അപ്പോൾ വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തെയാണ് തിരുവചനത്തിൽ അഗാപേറ്റ എന്ന് പറയുന്നു. എന്നാൽ ഈ ലോകത്തുള്ള സ്നേഹം മുഴുവൻ വ്യവസ്ഥയോടുകൂടിയത് മാത്രമാണെന്ന് മറന്നു പോകരുത്. ഒന്നുമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യാതൊരു വ്യവസ്ഥയുമില്ല. ഒരിക്കൽ കൂടെ നിങ്ങൾ സൗകര്യാർത്ഥം യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാൽ മതി. അവിടെ ശ്രദ്ധേയമായ വേറൊരു ധ്വനി മുഴങ്ങുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നത്രേ. അതിൻ്റെ അർത്ഥം എന്താകുന്നുവെന്ന് തിരുമേശാ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവപുത്രൻ വ്യക്തമാക്കി. നമ്മുടെ സഭകളിൽ നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയുടെ സമയത്തല്ല, ദൈവപുത്രൻ നടത്തിയ തിരുമേശാ ശുശ്രൂഷയുടെ ആരംഭ സന്ദർഭത്തിൽ തന്നെ വ്യക്തമാക്കി. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, ഉത്തമമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതായത് ദൈവപുത്രൻ ലോകത്തിൽ ആയിരുന്നപ്പോഴും തനിക്കുള്ളവരെ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് മാറിയും മറിഞ്ഞും അടിച്ചു കയറിയും ഇറങ്ങിപ്പോകുകയും നിലയില്ലാത്തതും ആയ ചെറിയതും വലിയതുമായി തിരമാലകൾ പോലെയുള്ള സ്നേഹത്താലല്ല ദൈവപുത്രൻ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചത്. പ്രത്യുത ആരംഭത്തിൽ ഏതു വിധം സ്നേഹിച്ചുവോ അതേ വിധത്തിൽ ഒരു കണിക പോലും വ്യത്യാസമില്ലാതെ അവസാനത്തോളം സ്നേഹിച്ചു. അതാണ് തിരുമേശാ ശുശ്രൂഷയുടെ ആരംഭ നിമിഷത്തിൽ ദൈവപുത്രൻ പറഞ്ഞതും അനുഭവിച്ചതും യോഹന്നാൻ കണ്ടതും രുചിച്ചതും ആയ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് ഒന്നാമത്തെ തൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കട്ടെ. യൂദയോടുള്ള സ്നേഹം നിങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 49-ഉം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 47-48 വാക്യങ്ങളും ഒന്ന് വായിച്ചു കൊണ്ടാൽ മതി. തന്നെ ഒറ്റുകൊടുത്ത പണവും കൊണ്ട് ദയവ് ചെയ്ത് ശുശ്രൂഷകന്മാരും വിശ്വാസികളും കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് പറയരുത്. ഒറ്റുകൊടുത്തു എന്നാണ് ആ പദത്തിൻ്റെ സാക്ഷാലർത്ഥം. ഒറ്റുകൊടുത്ത പണവും കയ്യിൽ വെച്ചുകൊണ്ട് പിടിക്കുവാൻ വന്നവരോടുകൂടെ കാണിച്ചു കൊടുക്കുവാൻ വന്നപ്പോഴും ആ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തി ചോദിച്ചു, സ്നേഹിതാ അഗപ്പറ്റോസേ, നീ എന്തിനാണ് ഈ വന്നത്? മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? അവനെ വിടുക, അത് ഞാനാകുന്നു. അവിടെയും യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ നിത്യസ്നേഹത്തിൻ്റെ പ്രദർശനശാലയായിരുന്നു അത്. അവൻ നശിക്കരുത് അതിനുവേണ്ടി. വാത്സല്യ പിതാവേ, ഈ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും അറിവാൻ ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ നടത്തണം. കേൾക്കുന്ന ശ്രോതാക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.